ജനശ്രീയുടെ വെഞ്ഞാറമൂട് നെല്ലനാട് ഓഫീസിൽ പോലീസ് റെയ്ഡ്. വായ്പയുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ പരാതിയെ തുടർന്നാണ് റെയ്ഡ്. വ്യാജ സീലും 40 ലക്ഷം രൂപ വിലമതിക്കുന്ന മുദ്രപത്രങ്ങളും ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മെറിൻ തത്സമയം ചേരുന്നു. മെറിൻ, വിവരങ്ങൾ. രശ്മി, നെല്ലനാട് ജനശ്രീയുടെ ഓഫീസിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. വായ്പയുമായി ബന്ധപ്പെട്ട സംഘങ്ങളുടെ പരാതിയെ തുടർന്നായിരുന്നു റെയ്ഡ്. 63ഓളം സംഘങ്ങളാണ് പരാതി നൽകിയത്. തങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുക മണ്ഡലം കമ്മിറ്റികൾ തങ്ങളുടെ പേരിൽ നിന്നും വായ്പയെടുത്തു. ഇതേ തുടർന്ന് സംഘങ്ങളുടെ പേരിൽ ജപ്തി നോട്ടീസ് വന്നതിന്റെ പേരിൽ തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത്. വെഞ്ഞാറമൂട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് വെഞ്ഞാറമൂട് അഡീഷണൽ എസ് ഐ മധുസൂദനൻ നായരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ 40 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മുദ്രപത്രങ്ങളും അതുപോലെ തന്നെ വ്യാജ സീലുകളും പിടിച്ചെടുത്തു. ഇവരുടെ സംഘങ്ങളുടെ പാസ്ബുക്കിൽ തുക ലഭിച്ചു എന്ന് പറഞ്ഞ് വ്യാജ സീലുകൾ പതിപ്പിച്ച് നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ട കാര്യം സംഘങ്ങൾക്ക് മനസ്സിലായത്. ഇതേ തുടർന്ന് തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസിന് പരാതി നൽകിയത്. തുടർന്നായിരുന്നു റെയ്ഡ്. എന്തായാലും വെഞ്ഞാറമൂട് അഡീഷണൽ എസ് ഐ മധുസൂദനൻ നായരുടെ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് വ്യാജ സീലുകളും അതുപോലെ തന്നെ മുദ്രപത്രങ്ങളും പിടിച്ചെടുത്തത്. രശ്മി, മെറിനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വയലാർ രവിയും അബ്ദുൾ വഹാബും കെ രാഗേഷും രാജ്യസഭയിലേക്ക്. വയലാർ രവി 37, അബ്ദുൾ വഹാബ് 36, കെ രാഗേഷ് 37 വോട്ടുകൾ നേടി. UDFന്റെ വോട്ട് ചോർന്നില്ല. 2 സീറ്റിൽ UDFും 1-ൽ LDFും വിജയിച്ചു. കേരളത്തിൽ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് UDFിൽ നിന്നും കോൺഗ്രസിലെ വയലാർ രവിയും മുസ്ലിം ലീഗിലെ PV അബ്ദുൾ വഹാബും LDFിലെ CPIM പ്രതിനിധിയായ കെ രാഗേഷും തിരഞ്ഞെടുക്കപ്പെട്ടു. വയലാർ രവിക്ക് 37 വോട്ടും അബ്ദുൾ വഹാബിന് 36 വോട്ടുമാണ് ലഭിച്ചത്. കെ രാഗേഷിന് 37 വോട്ട് ലഭിച്ചു. ഒപ്പമുണ്ടായിരുന്ന LDFിലെ അഡ്വക്കേറ്റ് കെ രാജന് 29 വോട്ടുകളും ലഭിച്ചു. ജയിക്കാൻ 35 വോട്ടുകൾ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ചിരിക്കണം. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഒഴിച്ചു നിർത്തിയാൽ ജി കാർത്തികേയന്റെ നിര്യാണത്തെ തുടർന്ന് 139 അംഗങ്ങളായി ചുരുങ്ങിയ നിലവിലെ നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും രാവിലെ 11:50 തന്നെ വോട്ട് ചെയ്തു. 73 വോട്ടുകൾ UDFിനും ഗണേഷ് കുമാറിന്റെ വോട്ടുൾപ്പെടെ LDFിന് 66 വോട്ടുകളും ലഭിച്ചു. അഴിമതിയുടെ കൂത്തരങ്ങായ UDFിനെതിരെയുള്ള പ്രതിഷേധമാണ് തന്റെ വോട്ടെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. UDF എന്നാൽ യൂട്ടിലൈസിംഗ് ഡെമോക്രസി ഫോർ ഫ്രോഡ് എന്ന നിലയിലേക്ക് അധപ്പതിക്കാൻ പാടില്ല. ആ അധപ്പതനം കണ്ടതുകൊണ്ട് ഒരു തീരുമാനം എൻ്റെ പാർട്ടി എടുത്തു. പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം ഞാനും. ഇടഞ്ഞു നിൽക്കുന്ന PC ജോർജ് UDFിന് വേണ്ടിയുള്ള തന്റെ അവസാനത്തെ വോട്ടാകാമെന്നാണ് പ്രതികരിച്ചത്. പക്ഷേ ഇനിയുള്ള മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ബഡ്ജറ്റ് വിൽക്കുന്നവന് വോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. വയലാർ രവിയും അബ്ദുൾ വഹാബും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ചു. വളരെ സന്തോഷമുണ്ട്. വളരെ വീണ്ടും പാർലമെന്റിലേക്ക് രാജ്യസഭയിൽ പോകാൻ കഴിഞ്ഞത്. കോൺഗ്രസും BJPയും തുടരുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് കെ രാഗേഷ് പറഞ്ഞു. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിന്റെ ഭാഗമായി മാറാൻ വേണ്ടി കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും അത്തരം പാർലമെന്റിനകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അതിന്റെ ഭാഗമായി ഇടപെടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. നിലവിൽ UDFിൽ നിന്നും വോട്ടുകൾ ചോർന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ PC ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം UDFിന് വലിയൊരു തലവേദനയായി മാറും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം VG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭയിലെ അതിക്രമങ്ങളിൽ MLA-മാരായ ശിവദാസൻ നായർക്കും ഡൊമിനിക് പ്രസന്റേഷനുമെതിരെ ജമീല പ്രകാശും MLA കോടതിയിൽ പരാതി നൽകി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുന്നിലാണ് പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാണ് പരാതി കോടതി മെയ് 2 പരിഗണിക്കും. നേരത്തെ നിയമസഭാ സ്പീക്കർക്കും ഗവർണർക്കും DGPക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജമീല പ്രകാശും കോടതിയെ സമീപിച്ചത്. UDF വിടുന്ന കാര്യത്തിൽ 2 മാസങ്ങൾക്കകം തീരുമാനമെന്ന് JDU നേതാവ് MP വീരേന്ദ്രകുമാർ. JDU-JDS ലയനത്തിനുള്ള സമയമാണിതെന്ന് മാത്യു T. തോമസ്. ജനതാദളിന്റെ പരാതികൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് VM സുധീരൻ. ജനതാദളിനെ UDFിൽ നിന്ന് അടർത്തിയെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് ചെന്നിത്തല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ് JDU നേതാവ് MP വീരേന്ദ്രകുമാർ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നും UDF ഇടുന്ന കാര്യത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കുമെന്നും MP വീരേന്ദ്രകുമാർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘ് പരിവാർ ഉയർത്തുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കാനും ആ പ്രശ്നങ്ങൾ ജനങ്ങളെ വിശദീകരിക്കാനും അതിനെ എതിർക്കുന്ന ആരുമായും വേദി പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണ്. അത് LDFുമായിട്ടും വേദി പങ്കിടാൻ തയ്യാറാണ്. ആ കാര്യത്തിൽ
അതേസമയം JDU-JDS ലയനത്തിനുള്ള സമയമാണിതെന്നും വീരേന്ദ്രകുമാറിന് പാർട്ടിയിലേക്ക് സ്വാഗതമെന്നും JDS ചെയർമാൻ മാത്യു ടി തോമസ് പ്രതികരിച്ചു. ഈ ഐക്യമെന്ന് പറയുമ്പോൾ ഐക്യമാണ്. അത് ആരും മറ്റൊരാളെ കീഴടക്കുകയോ പരാജയപ്പെടുത്തുകയല്ല. യോജിച്ച് ഒരു രാഷ്ട്രീയം ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും നടപ്പാക്കും, പ്രഖ്യാപിക്കും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വേണം എന്ന് ഞങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ദേശീയ തലത്തിൽ ജനതാദളുകളുടെ ഐക്യത്തിന് അനുകൂലമായ പോസിറ്റീവ് കാര്യങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UDF-നുള്ളിൽ അവഗണന നേരിടുന്നുണ്ടെന്ന ജനതാദളുടെ പരാതി ബോധ്യപ്പെട്ടതായും കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുമായിരുന്നു KPCC പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണം. ജനതാദളിനെ UDF-ൽ നിന്ന് അടർത്തിയെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. 25-ന് ചേരുന്ന CPIM സംസ്ഥാന സമിതി യോഗം വിലയിരുത്തുമെന്നും മുന്നണി വിപുലീകരിക്കുന്ന കാര്യത്തിൽ ഉചിത സമയത്ത് തീരുമാനമെടുക്കുമെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിൽ വ്യക്തമാക്കി. Kerala State Committee is meeting on the 25th. They are going to elect the new secretariat. So let them also give their assessment, and then on that basis, whatever needs to be done. ന്യൂസ് ഡെസ്ക്. പാലക്കാട് സോഷ്യലിസ്റ്റ് ജനതാ നേതാവ് MP വീരേന്ദ്രകുമാറിനെ കോൺഗ്രസ് തോൽപ്പിച്ചുവെന്ന UDF ഉപസമിതി റിപ്പോർട്ട്. ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക്. UDF-ലെ ഘടക കക്ഷികൾക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നൽകിയ പണം പ്രവർത്തകർക്ക് ലഭിച്ചില്ല എന്നും തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. UDF-ൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന പരാതി ഉന്നയിച്ച സോഷ്യലിസ്റ്റ് ജനതാ നേതാവ് MP വീരേന്ദ്രകുമാർ ആവശ്യപ്പെട്ടത് പാലക്കാട്ട് തന്റെ തോൽവി സംബന്ധിച്ച് UDF നിയോഗിച്ച ഉപസമിതി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണം എന്നാണ്. ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി. UDF കൺവീനർ PP തങ്കച്ചന്റെ കൈവശമുള്ള ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. പാലക്കാട് തോൽവിയുടെ മുഖ്യ കാരണം കോൺഗ്രസ് പാർട്ടിയാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഒപ്പം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീഴ്ച വരുത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിശദമായ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഉപസമിതിയുടെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഇവയാണ്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ കോൺഗ്രസ് നേതാക്കൾ സജീവമായില്ല. DCC പ്രസിഡന്റ് CV ബാലകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റ് VS വിജയരാഘവൻ എന്നിവർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത് ഇതിന് ഉദാഹരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലത്തിലെ MLA-മാർ പ്രചരണത്തിന് പൂർണ്ണമായും സഹകരിച്ചില്ല. AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പ്രചരണ യോഗങ്ങളിൽ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പാക്കാൻ നേതൃത്വത്തിന് ആയില്ല. സംസ്ഥാനത്ത് UDF അധികാരമേറ്റെടുത്തപ്പോൾ നൽകിയ വാഗ്ദാനം സർക്കാരിന് നിറവേറ്റാനായില്ല. റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ അട്ടപ്പാടി ആദിവാസി മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൽകിയ പണം പ്രവർത്തകർക്ക് ലഭിച്ചില്ല എന്നതാണ്. മാത്രമല്ല, വോട്ടെടുപ്പ് ദിവസത്തിൽ പ്രവർത്തകർക്ക് ആഹാരം പോലും എത്തിച്ചു നൽകിയില്ല എന്നിങ്ങനെ പോകുന്നു ഉപസമിതിയുടെ കണ്ടെത്തലുകൾ. പാലക്കാട് മണ്ഡലത്തിൽ UDF-ലെ ഘടകകക്ഷികൾക്ക് കാര്യമായ സ്വാധീനമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കാണെന്നും സൂചനയുണ്ട്. ചുരുക്കത്തിൽ വയനാട് ലോക്സഭാ സീറ്റ് ചോദിച്ച വീരേന്ദ്രകുമാറിനെ പാലക്കാട് സീറ്റിൽ നിർത്തി കോൺഗ്രസ് തോൽപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ബാലകൃഷ്ണപിള്ള അധ്യക്ഷനായ ഉപസമിതിയുടെ റിപ്പോർട്ട്. ലെസ്ലി ജോൺ, പത്തനംതിട്ട. UDF-നെതിരെ സോഷ്യലിസ്റ്റ് ജനതാ നേതാവ് MP വീരേന്ദ്രകുമാർ എടുത്ത നിലപാട് സ്വാഗതാർഹമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാദൾ എടുക്കുന്ന നിലപാട് രാഷ്ട്രീയാധിഷ്ഠിതമെന്നും കോടിയേരി. കൈരളി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരനുമായി നടത്തിയ അന്യോന്യ പരിപാടിയിലാണ് കോടിയേരിയുടെ ഈ പ്രതികരണം. വീരേന്ദ്രകുമാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം സ്വാഗതാർഹമായൊരു സമീപനമാണ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, UDF സ്വീകരിച്ച നയങ്ങളിലുള്ള അസംതൃപ്തി അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ജനതാ പാർട്ടികൾ തമ്മിൽ യോജിച്ചുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും. അത് വേണോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 97.99% വിദ്യാർത്ഥികളാണ് ഇക്കുറി ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം. പാലക്കാട് ജില്ലയിലാണ് കുറവ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 2.5% വർധനവാണ് ഇത്തവണ നേടാനായത്. മെയ് 11 മുതൽ 16 വരെയാണ് സേ പരീക്ഷ. റെക്കോർഡ് വിജയമാണിതെന്നും റെക്കോർഡ് വേഗത്തിലാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയതെന്നും വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് പറഞ്ഞു. രജിസ്റ്റർ ചെയ്തവർ 4,68,466. പരീക്ഷയ്ക്ക് ഹാജരായവർ 4,68,273. ഉപരിപഠനത്തിന് അർഹത നേടിയവർ 4,58,841. ആകെ വിജയ ശതമാനം
97.99. 2014-2015 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷ എഴുതിയ 4,68,273 വിദ്യാർത്ഥികളിൽ 4,58,841 പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. 97.99% വിജയശതമാനം. കഴിഞ്ഞ തവണ ഇത് 95.47% വിജയശതമാനത്തിൽ 2.52% വർധനവ്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം, 97.99%. വിജയശതമാനം ഏറ്റവും കുറവ് പാലക്കാട് ജില്ലയിലും 93.42%. 12,287 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ലഭിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടിയവർ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. 1,501 സ്കൂളുകൾ 100% വിജയം നേടി. ഇതിൽ 471 സർക്കാർ സ്കൂളുകളും 657 എയ്ഡഡ് സ്കൂളുകളും 373 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ്. അതേസമയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വിജയശതമാനം വർദ്ധിപ്പിക്കാൻ ശ്രമം നടന്നിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ഉപരിപഠനത്തിന് അർഹത നേടാത്ത വിദ്യാർത്ഥികൾക്കായി മെയ് 11 മുതൽ 16 വരെ സേ പരീക്ഷകൾ നടക്കും. സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മെയ് അവസാനത്തോടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഉപരിപഠനത്തിനായി ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3,61,130 സീറ്റുകൾ ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മെയ് 6 മുതൽ +1 അപേക്ഷ നൽകാം. ജൂലൈ 1 +1 ക്ലാസ് ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം SSLC ഫലത്തിൽ വ്യാപക അപാകതയെന്ന ആക്ഷേപമുണ്ട്. അന്ധവിദ്യാർത്ഥികളുടെ SSLC ഫലം പ്രഖ്യാപിച്ചിട്ടില്ല. KPC HSS പട്ടാനൂരിലെ വിദ്യാർത്ഥിയുടെ റിസൾട്ടാണ് പ്രഖ്യാപിക്കാത്തത്. നെല്ലോറ ടാഗോർ സ്കൂളിലെ 12 വിദ്യാർത്ഥികളുടെ ഫലവും പ്രഖ്യാപിച്ചില്ല. ധനമന്ത്രി കെ മാണി രാജിവെക്കുക, സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏപ്രിൽ 22-ാം തീയതി LDF സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് ഉപരോധം വിജയിപ്പിക്കാൻ LDF കൺവീനർ വൈക്കം വിശ്വൻ അഭ്യർത്ഥിച്ചു. കേരളത്തിലെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം സംരക്ഷിക്കുന്നതിനും അഴിമതിക്കെതിരെയും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ജന്മനാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.